ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയൊക്കെയാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ വട്ടവട, മൂന്നാർ വട്ടവടയിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കാണിച്ചു തരാം. പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് പറ, എന്ത് പറയാനാ? നേരത്തെ പറഞ്ഞ അഡ്രസ് ഒക്കെ പറ, പ്രാക്ടീസ് ചെയ്ത കാര്യം പറ. വീട് പുതിയകാവ് ചേർത്ത. പിന്നെ വയസ്സ് 23. തൊഴിലേക്ക് പറഞ്ഞു. എന്റെ പേര് അലിൻ ജോസഫ്. പറടാ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പേര് പറ. എന്റെ പേര് കുട്ടു. എന്റെ വീട് പുതിയകാവ്. എന്റെ പേര് പെണ്ണ്. ഓക്കെ, അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെയാണ് ട്രിപ്പ് പോകുന്നത്. ഈ ട്രിപ്പ് വട്ടവടയ്ക്ക്. അപ്പൊ ഒരുപാട് പ്ലാൻ ചെയ്തെടുത്ത ഒരു ട്രിപ്പാണ് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കാണിച്ചത് എന്താണ് ആയിരിക്കും ഇതിനകത്ത് കാണാൻ പറ്റില്ല. നമ്മളൊരു പെട്ടിയോട്ടമല്ല, അപ്പുറത്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബൈക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയേക്കുമായിരുന്നു. പണ്ട് ഇവിടെ വന്നപ്പോ വെള്ളച്ചാട്ടമായിരുന്നു, ഇപ്പൊ മറ്റേ മുള്ളുന്ന പോലെ ഉണ്ട്. അവിടെ നല്ലൊരു സീനറി ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പോ ചേർത്തലയിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു 125 കിലോമീറ്റർ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എത്ര കിലോമീറ്റർ കൂടെ പോകണ്ട്? 180 അല്ല ടോട്ടല്. അപ്പോ കണക്കറിയില്ല. അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്ത, അപ്പോ അത് വേണം നമുക്ക് ഇടുക്കിയത് വേണം കയറ്റാം. എത്ര? 180 മൈനസ് 25 155 കേട്ടോ. MBA ഒക്കെ ഉണ്ട്, കാര്യമില്ല. അപ്പൊ എല്ലാരും ഇത് നമ്മള് മൂന്നുപേരും കൂടെയാ പോകുന്നത്. സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോ ഓക്കെ. അപ്പോ നമ്മള് ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് വിടുമല്ലോ, ഇവിടെ നമ്മളിപ്പോ വിടും. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാം. ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലിപ്സ് ഒക്കെ എടുക്കുന്നത്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മൂന്നാർ ടൗണിലെത്തി. ഇപ്പോൾ ഒരു എത്ര മണിയായിട്ടുണ്ട്? ഒരു 12:30 ആയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട് നമ്മളിനി വട്ടവടയ്ക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നല്ല ഹോട്ടലുണ്ട്. നമ്മളിവിടെ ഒരു നല്ല ഹോട്ടലിലെത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കും. അപ്പോൾ ഫുഡ് കാണിച്ചാ എടാ അയ്യോറ. ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മള് ഇവിടെ ഊണ് പറഞ്ഞിട്ടുണ്ട്, 3 ഊണ് പറഞ്ഞിട്ടുണ്ട്. കറികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നത്തോലി ഫ്രൈയോ? നത്തോലി ഫ്രൈ, ചെങ്ങിനല്ല നത്തോലിയാണ്. നത്തോലി ഫ്രൈ ഉണ്ട് 2 എണ്ണം. അപ്പോ നത്തോലി ഫ്രൈ കഴിക്കട്ടെ. കൊള്ളാം ഗൈസ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോ കൂട്ടോ, കഴിയുടെ അഭിപ്രായം. സത്യസന്ധമായ അഭിപ്രായം പറ. പറ കൊള്ളില്ലേ? അടിപൊളിയല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലോ. തംസപ്പ് കൊടുക്ക്. അങ്ങനെയൊക്കെയാണ് വ്ളോഗ് ചെയ്യാറ് ആൾക്കാർ. നീ കൊടുക്ക് തംസപ്പ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം കേട്ടോ.
ഫസ്റ്റ് ടൈം കണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ റിസോർട്ട് നമ്മൾ ആ വഴിക്ക് ഇറങ്ങിയിട്ട് വണ്ടി പോകത്തില്ല, അപ്പോൾ വണ്ടി ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ മഡ് ഹൗസ് അപ്പൊ ഞങ്ങളെ അവിടെ മഡ് ഹൗസിലെ ഡോഗ് ഇത്. അപ്പൊ ഞങ്ങളെ വഴി കാണിക്കാൻ വേണ്ടി അവർ പറഞ്ഞു വിട്ട. വഴിതെറ്റിച്ച് ഗൈസ്. ഞങ്ങള് ചിന്തിച്ചാണ് ഇവൻ ട്രെയിൻഡ് പട്ടിയാണെന്ന്. പക്ഷെ അല്ല, ഇവൻ ട്രെയിൻഡ് പട്ടിയല്ല. ഇവൻ ഇനി ഞങ്ങളെ റൂമിലോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. ഞങ്ങൾ വന്ന വഴി മാറിപ്പോയി. ഇവന്റെ പുറകെ വന്നു. ഇവനെ വിശ്വസിച്ച പ്രശ്നമായിട്ട് വിശ്വസിക്കരുതെന്ന് മനസ്സിലായി. നടന്നു. അമ്മേ അപ്പോൾ ഓക്കെ ബൈ. അങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഇവിടെ 2 ടെന്റ് ഉണ്ട്, പിന്നെ അവിടെ മഡ് ഹൗസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, നമ്മളതിനെ മേടിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോ. ഇവിടെ കിടന്നിട്ട് ഇതാ അങ്ങോട്ട് വ്യൂ ആണ്. കോപ്പിറൈറ്റ് രക്ഷയില്ലാത്ത വ്യൂ ആണ്. അയ്യോ, ഇത് അപാര സ്പോട്ടാണ് കേട്ടോ ഇത്. സ്റ്റേ ചെയ്യാൻ പോകുന്ന മഡ് ഹൗസ്. അപ്പോ ഇന്ന് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ഹോം ടൂർ ചെയ്യും. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഓക്കെ, കാണിച്ചു. അകത്തേക്ക് കയറി, നീ കയറ് ഫസ്റ്റ്. വലത് ആലോചിച്ച് കയറി, നീയും കയറി വലത് ആലോചിച്ച്. ഓക്കെ, മഡ് ഹൗസ്. ഓക്കെ, ഇനി പറഞ്ഞോ. ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റ് അവരിട്ടാലേ ഇത് ഓണാവുള്ളൂ. ഓക്കെ, നീ ഒളിച്ചിരിക്കല്ലേ, പറയടാ, പറഞ്ഞിട്ട് പോടാ. ഇവിടെ ലൈറ്റ് വരത്തുള്ളൂ, അതുപോലെ തന്നെ ഉറങ്ങിയാലേ നമ്മൾ ഉറങ്ങാൻ പറ്റും. അത് ശരിയാണ്. ഫ്ലാഷ് ഉണ്ട്, നമുക്ക് പുതയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് ഈ റൂമിൽ. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവന്മാര് ഇങ്ങനത്തെ തബല സെറ്റ് ചെയ്തേക്കുന്നത്. തബലയുണ്ട്, കലാകാരന്മാരാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോസ്മെറ്റിക്സ് ആണ്. കോസ്മെറ്റിക്സ് ഒന്നല്ല, ഇത് ആക്സസറീസ്. അയ്യോ, ഇതാട്ടോ ബെഡ്. നമുക്ക് വിശാലമായിട്ട് ഇവിടെ 2 പേർക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ 3 പേരാണ്. അപ്പൊ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരാൾക്ക് ഇത്തിരി സ്ഥലം കൂടുതൽ കിട്ടും. അഡ്ജസ്റ്റ് ചെയ്യോ? ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എയർ കണ്ടീഷൻ ഇല്ല, പക്ഷെ നമ്മൾ ഡോർ തുറന്നിട്ട് നല്ല കാറ്റായിരിക്കും വെളിയിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. ഫ്ലോറൊക്കെ നല്ല മാറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ അല്ല, സോറി, ലക്ഷറി ഫിനിഷ് ആണ്. ഇതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സിമ്പിൾ ഉണ്ട്, ഒരു കുതിരക്കുളം പോലെ ഉണ്ട് കണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോകാൻ പോകുന്നത്? പറഞ്ഞോ. നമ്മളിനി ഊട്ടിക്ക് അങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് വ്യൂ പിടിക്കാൻ പോകാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ താഴത്തേക്ക് പോവാണ് ഒരു ചെറിയ വ്യൂ പിടിക്കാനായിട്ട്.